ഹായ് ഫ്രണ്ട്സ് ടൂറായിട്ട് പോവാം ഹീറോയെ കണ്ടിക്കാതെ പോയതുകൊണ്ട് ജങ്കുക്ക് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ശരി ഇവളെ പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. ഹീറോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഹീറോയ്ക്ക് ആ മോളെ പറഞ്ഞക്ക് ഇവനിക്ക് നിനക്ക് മാരേജ് എന്ന് പറഞ്ഞ ഒരു ചെക്കനെ കാട്ടെ. ഹീറോയ്ക്ക് ടെൻഷനായി. ഇവന് പരവട്ടം എന്നെ പുറകെ നടക്കുക. ഡയറക്റ്റ് എൻഗേജ്മെൻറ്റോ ഡയറക്റ്റ് മാരേജ് വെക്കുക എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. പാപ്പ അമ്മ ഇവൻ ആൾ ശരിയില്ല എന്ന് പറഞ്ഞ് ഹീറോയോട് പറയുന്നത് ഫാത്തിമ പറയുന്നത് ഒന്നും അനുസരിക്കല്ല. ഹീറോയി നിനക്ക് മാരേജ് തന്നെയാണ്. ആ ചക്ക ഓൾറെഡി പറഞ്ഞു പോയിരുന്നു 4 ദിവസം കഴിഞ്ഞ് മാരേജ് വെക്കായിരുന്നു. മൈലാഞ്ചിയിൽ വെച്ച എല്ലാം റെഡിയാണ്. ആ ചക്കന് ഓൾറെഡി എല്ലാ സാധനവും ഓൾറെഡി മെങ്ങി വെച്ചായിരുന്നു. അത് സർപ്രൈസ് ആയിട്ട് എല്ലാവരും ഷോപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാവം നമ്മളെ ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഈ ന്യൂസ് ജങ്കുക്ക് എങ്ങനെ പോയി ജങ്കുക്ക് ന്യൂസ് പോയായിരുന്നു. അതുമാത്രമല്ല ഒരു 5 വെച്ചിട്ടുണ്ടായിരുന്നു ജങ്കുക്ക്. അതെ 5 വെച്ചിട്ടുണ്ട് ജങ്കുക്കൊരു. അതെ ജങ്കുക്ക് ഒരു 5 വെച്ചിരുന്നു. അതെ ഒരാളെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടുന്ന അത് ഹീറോയ്ക്ക് പോയിട്ട് കോളേജിൽ പറഞ്ഞിട്ട് ഒരു പറയുമായിരുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന അതേ സുമിത എന്ന് പറയുന്ന ഗേൾക്കും ഗേളാണ് എല്ലാ ജങ്കുക്കിടെ. ജങ്കുക്കിൻ്റെ ഒരു ബോഡി ഗാർഡ് അത് ജങ്കുക്ക് തന്നെ അറിയില്ലായിരുന്നു. ഒരു സെക്യൂരിറ്റിയാണ് ജങ്കുക്ക്. ആ സെക്യൂരിറ്റി ഗേൾ സെക്യൂരിറ്റിയാണ്. ആ ഗേൾ സെക്യൂരിറ്റിൻ്റെ മൊത്ത കാര്യം പറയായിരുന്നു. ശരി ഓക്കെ ജങ്കുക്ക് മനസ്സിലായി. ശരി മാരേജ് അത് നടക്കാൻ പോകുന്നതല്ലേ എന്ന് ജങ്കുക്ക് വില്ലത്തന്നെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. അതുമാത്രമല്ല നമ്മൾ റസക്കും ടെൻഷൻ റസക്കും അതേ വരുന്ന നിലമയാണ്. റസ പറയായിരുന്നു എന്തിനമ്മ ഈ മണ്ടത്തേരി ഈ മണ്ടത്തല എനിക്ക് മാരേജ് ചെയ്യിക്കാൻ വേണ്ടി പ്ലാനാണ്. അതേമ്മ നിങ്ങൾക്ക് 2 പേർക്ക് ഒരേ ഹാളിലെ മാരേജാണെന്ന് പറയായിരുന്നു. 2 പേർക്ക് ടെൻഷനായിരുന്നു. ഇവനെ വെച്ച് ഞാൻ ചെയ്യാം അങ്ങനെയായിട്ട് 2 പേർക്ക് മാരേജ് നടക്കാൻ പോകുന്ന കാര്യം പറയുന്നത് ഞങ്ങൾ ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് മാരേജ് നടക്കാൻ പോകുമായിരുന്നു. ടെൻഷനായിരുന്നു. അങ്ങനെ മാരേജ് നടക്കാൻ പോകുന്ന കാര്യം പറയായിരുന്നു. അങ്ങനെയായിട്ട് അതെ മാരേജ് നടക്കുന്ന മുമ്പ് നമ്മളെ ഹീറോയിൻ വെളിയിൽ വന്നായിരുന്നു. വെളിയിൽ വരുമ്പോൾ ഒരു ജ്യൂസ് കുടിക്കായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചാൽ പിന്നെ ഒരുമാതിരിയായിരുന്നു. അതൊരു പേപ്പർ വന്നായിരുന്നു. അവിടെ ഒരു മാസ്ക് ഇട്ട ഒരാളുണ്ടായിരുന്നു. അതിൽ സൈൻ ചെയ്യാൻ പറയായിരുന്നു. എന്തിനാ സൈൻ ചെയ്യുന്നത് പറയായിരുന്നു. അങ്ങനെ കുടിച്ച വരുതായിരുന്നു. അതെ അത് സൈൻ ചെയ്തായിരുന്നു. കൈ നച്ചായിരുന്നു. ഇതെന്ത് എൻ്റെ രാവിലെ വെച്ചൊക്കെ ഹീറോയിൻ്റെ കയ്യിൽ ഇതാണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് പറയുന്നത്. ഇതാ പറയണേ എനിക്കും അതേമാതിരി ഉണ്ടായിനടി എന്ന് പറയായിരുന്നു. അങ്ങനെ മാരേജ് ഇങ്ങനെ മൈലാഞ്ചിയിൽ വെക്കാൻ തുടങ്ങിയായിരുന്നു. അതെ മാരേജ് നടക്കാൻ പോകുമ്പോൾ അങ്ങനെയായിട്ട് മാരേജ് നടക്കാൻ പോകുന്നത് 2 പേർക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെ പെണ്ണിന് കൊണ്ടുവരാൻ പറയായിരുന്നു. അങ്ങനെ പെണ്ണ് അവിടുന്ന് നല്ല റെഡി ആയിട്ട് വരാമായിരുന്നു. 2 പേർക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. 2 പേര് സാഡായിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. പോലീസിൽ വന്നായിരുന്നു. സ്റ്റോപ്പ് ഈ മാരേജ് നടക്കാൻ പാടില്ല എന്ന് പോലീസ് പറയായിരുന്നു. അത് കേട്ടിട്ട് പെണ്ണിൻ്റെ 2 പേരും ഇപ്പോൾ മകൾക്കായിരുന്നു. എന്താ ഓൾറെഡി മാരേജ് അവർക്ക് വീണ്ടും മാരേജ് ചെയ്യിപ്പിക്കുന്നതാ എന്ന് പോലീസ് ഒരു ചോദ്യം കേൾക്കായിരുന്നു. എന്താ അപ്പോൾ 2 പേര് മനസ്സിൽ എന്താ ഇവർക്ക് 2 പേർക്ക് മാരേജ് ആയിനാ എന്ന് പറഞ്ഞ് 2 പേർ കടയിച്ച അത് അവർക്കറിയില്ല ഇവർക്ക് മാരേജ് ആയിനാ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ 2 ചെക്കന്മാർ പറയായിരുന്നു ഇല്ല ഞങ്ങൾക്ക് ഓൾറെഡി മാരേജ് ആയിട്ടാ എന്ന് പറയുമ്പോൾ ഇല്ലപ്പാ നിങ്ങൾക്ക് ഓൾറെഡി മാരേജ് ആയിനി. അതുമാത്രമല്ല ഇവർക്ക് ഫോഴ്സ് മാരേജ് കഴിക്കുന്നത്. ഇവർ ഹസ്ബൻഡ് വന്നിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എന്ന് പറയുന്നത്. ഇത് കേട്ടോ 2 പേർക്ക് ഷാക്ക്. എന്താ ഞങ്ങൾക്ക് ഇപ്പം മാരേജ് ആയി എന്ന് പറഞ്ഞ് 2 പേരും ഇവിടുത്തെ പൂജ പറയായിരുന്നു. എടി കല്ല് 2 പേരും നിങ്ങൾ മാരേജ് കഴിച്ചിനാ ഇല്ല നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയായിരുന്നു. ഹസ്ബൻഡ് എന്നെ തിരിഞ്ഞു നോക്കുമായിരുന്നു. അപ്പോൾ അതിലോട്ട് ഫ്ലെക്സ് വന്നായിരുന്നു. ബേബി നീ എന്നെ വിട്ട് വീണ്ടും വേറെ മാരേജ് കഴിക്കുമായിരുന്നാ ഇസാസ ഫ്ലെക്സിനാണ്. എന്താ ഇവനാ എന്ന് പറഞ്ഞ് ഷോക്കിൽ മയങ്ങി വീണു. ഇവനാ ഷോക്കായിട്ട്. അപ്പോൾ ഇറയൊക്കെയായിരുന്നു. ആരാ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ചങ്കൊക്കെ വന്നായിരുന്നു. ബേബി എന്ന് പറയാം ഇവനാ എന്ന് പറഞ്ഞാൽ ഷോക്കായി പോയായിരുന്നു. ശല പോലെ ഷോക്കായിരുന്നു. ഇല്ല അങ്കിൾ ഓൾറെഡി ഇവളെ ഞാൻ മാരേജ് കഴിച്ചത് അങ്കിൾ ആൻറ്റി ഇത് പറഞ്ഞ ഹീറോയിൻ്റെ മമ്മി വഴക്ക് പറയായിരുന്നു. ഇല്ല അങ്കിൾ ആൻറ്റി ഇവർക്ക് 2 പേർക്ക് ഓൾറെഡി മാരേജ് ആയിന്. ഇതാ അവരുടെ വൈഫ് വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ 4 പേരെ വൈഫ് വരാൻ തുടങ്ങിയാണ്. അവർക്ക് 4 പേർക്ക് അതെ ഹീറോയിനെ മാരേജ് ചെയ്യുമ്പോൾ ചെക്കനിക്ക് ഓൾറെഡി 5 വൈഫുണ്ട്. പിന്നെ ഒരാൾക്ക് പറഞ്ഞാൽ 4 വൈഫുണ്ട്. അങ്ങനെയായിട്ട് ഷാക്കായിരുന്നു. ഇവൻ തട്ടിപ്പിക്കാട്ടായിരുന്നു കാട്ടുന്നത്. 2 പേര് പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാവരെയും പറ്റിക്കുന്നത് എന്ന് പറയാൻ. ആൻറ്റി ഞങ്ങൾക്ക് മാരേജായി എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൂടെ അറിയില്ല എന്ന് പറയായിരുന്നു. കുറച്ച് നാൾ അവിടെ ഇരുന്നു. പിന്നെ അവരെ വിളിച്ചോണ്ട് കൊറിയൊക്കെ പോയിരുന്നു. ഫ്ലെക്സ് വീട്ടിലൊക്കെ പോയിരുന്നു. ഫ്ലെക്സ് മമ്മി എന്ന് പറഞ്ഞത് ഫ്ലേസ് നീ വന്നോ എന്ന് പറഞ്ഞേട്ടാ മോനെ മാരേജ് കഴിക്കാൻ പറഞ്ഞാ എന്ന് പറഞ്ഞത് ഇത് നോക്കുമ്പോൾ ഒച്ചുണ്ടാക്കണം. അവർ ഫാമിലിയിൽ അവർ വന്നു വിളിച്ചൊരു നോക്കായിരുന്നു. ഇതെൻ്റെ വൈഫാ മമ്മി എന്ന് പറയുന്നു. ഷാക്കായിരുന്നു. എന്നടാ മാരേജ് കഴിച്ചോ അത് മമ്മി അങ്ങനെ ഹീറോ അതെ വെഡിങ് കുറേ ദിവസം മാരേജ് കഴിച്ച് വെഡിങ് കഴിച്ചിട്ടാണ് 2 പേര് വന്നത്. അതെ വെഡിങ് ഡ്രസ്സിലാണ് നമ്മുടെ ഹീറോ. അതേമാതിരി വെഡിങ് ഡ്രസ്സിലാണ് പോയത്. വീട്ടു സൊമ്പറെല്ലാം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ജങ്കുക്കിനും മമ്മിക്കും
ഡാഡിക്ക് ഷോക്കായിരുന്നു. എന്നെ അവിടെ ചർച്ചിൽ കുറിച്ചത് അവിടെ തന്നെ മാരേജ് ആയിരുന്നു. അതുമാത്രമല്ല ഫ്ലെക്സിൽ മമ്മി ഡാഡിക്ക് പറഞ്ഞ ഇത് വീഡിയോ കാട്ടിയായിരുന്നു. അവർക്ക് ഡാഡിയെ തെറി മുഴിക്കായിരുന്നു. മമ്മി ടെൻഷനിലുണ്ടായിരുന്നു. മമ്മി ഷോക്കായിരുന്നു. അപ്പം നിങ്ങൾ പോയിരുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരും നാട്ടകാക്കായിരുന്നു. ഇത് കേട്ടപ്പോൾ മമ്മി ഓൾറെഡി നീ മാരേജ് വന്നത് കാര്യം എനിക്ക് ഓൾറെഡി അറിയും മമ്മി എന്ന് ലെക്സ് പറയുമ്പോൾ മമ്മീനെ വീട് ചേച്ചി എടാ ഞാൻ വന്നത് അറിയോ എന്ന് പറഞ്ഞ് ഭയങ്കര എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ജങ്കുക്കിന് പിടിക്കുമെന്ന് അറിയുമായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. അതെ, അവർക്കെല്ലാം ബേബീസായി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹീറോ പറയായിരുന്നു, നമ്മൾ ഇന്ത്യക്ക് പോവാം, അതെ നമ്മളെ ഫ്രണ്ട്സൊക്കെ മാരേജാ എന്ന് പറയുന്നു. എല്ലാവർക്കും മാരേജായി. അതെ, പൂജൻ്റെ മാരേജൊക്കെ പോകുന്നത്. എല്ലാവർക്കും മാരേജ്. പൂജൻ്റെ മാരേജൊക്കെ പോയിരുന്നു. പൂജാവിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. പൂജ മുറക്കായിരുന്നു. എന്നിട്ട് ഇങ്ങനെ വീട് പരിപാടിയായിരുന്നു. നോക്കുമ്പോൾ അവിടെ പാവം വാക്സിനായിരുന്നു. ഇത് ആൻസനെ എന്താട്ട് എനിക്ക് വരില്ല. ആൻസനായിരുന്നു. അവർ ഫസ്റ്റ് കഷ്ടപ്പെട്ട് കറച്ചിട്ട് ഇപ്പം മാരേജ് കഴിച്ചതാ. പാവം. ഞങ്ങളായിട്ട് എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും സന്തോഷത്വം. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചായിരുന്നു, ഒരു കുട്ടി കരിയാൻ തുടങ്ങിയായിരുന്നു. ഒറ്റ തുടങ്ങിയാണ്. ജങ്കുക്ക് വന്നു. എന്താടാ പറ്റിയെന്ന് പറയുന്നു. ഡാഡി അവിടെ നോക്ക് എന്ന് പറയായിരുന്നു. അത് ബോയ് ബേബി ആയിരുന്നു. അവിടെ നോക്ക് എന്ന് പറയുന്നത്. നോക്കുമ്പോൾ അവിടെ ജങ്കുക്ക് ഷാക്കായിരുന്നു. ഹയാങ് ഇങ്ങോട്ട് വാ എന്ന് പറയായിരുന്നു. എന്താ നിന്റെ മോനെ എന്താ ചെയ്യുന്നു നോക്കൂ. ആറാമത് നോക്കുമ്പോൾ അവിടെ മകന് ക്ലാസ് എടുത്ത് ടോർച്ചർ ഇത് പഠിട്ടാ, ഇതല്ല ആൻസർ, ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞ് ഭയങ്കര പടി എന്ന് ടോർച്ചർ ചെയ്യുമായിരുന്നു. നാഞ്ചു ഷാക്കായിരുന്നു. എടാ ഇവിടെ വന്ന് ബുക്ക് പഠിപ്പിക്കുന്നതാ, എന്നിട്ടാ തല്ലി ഇവനിക്ക്. ഇവന് നേരെ പഠിക്കുന്നില്ല, ഇവൻ കളിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ പടി എന്ന് പറഞ്ഞതാ. ആറാം തലക്കൈ വെച്ചത്. ജയഹാപ്പിൻ്റെ മകനെ ഡാഡി എന്ന് പറഞ്ഞ് അറിയാൻ തുടങ്ങിയത്. എല്ലാം സമാധാനം ഉണ്ടാക്കിയായിരുന്നു. എല്ലാവരും ഫാമിലി ഫോട്ടോസ് എടുത്തായിരുന്നു. അങ്ങനെ കുറച്ച് ഡേയ്സ് അവിടെ ഇരുന്നായിരുന്നു. പിന്നെ കോഴിയൊക്കെ വന്നായിരുന്നു. കുറേ എല്ലാവരും ഷൂട്ടിങ് ഡ്രാമ അതെല്ലാം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.